കേന്ദ്ര സർക്കാരിന്റെ ഈ ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് മത്സ്യത്തൊഴിലാളികൾ കടക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് സർക്കാർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതിന് പ്രതിപക്ഷം ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വലിയ രീതിയിലുള്ള സാമൂഹിക പ്രത്യാഘാതം ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനമായും ഉയർന്ന വിമർശനം. കാരണം സ്വാഭാവികമായും ഈ ഖനനം നടക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള മത്സ്യസമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ജൈവധാതുക്കൾ നശിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇതെല്ലാം തീരമേഖലയെ പാടെ നശിപ്പിച്ചു കളയും, മത്സ്യത്തൊഴിലാളി മേഖലയെ പാടെ നശിപ്പിച്ചു കളയും, നിശ്ചലമാക്കി കളയുമെന്നതാണ് ഏറ്റവും പ്രധാനമായും വരുന്ന ആരോപണം. ഇതുമായി പ്രത്യക്ഷ സമരത്തിലേക്ക് ഇതിനോടകം തന്നെ മത്സ്യത്തൊഴിലാളികൾ കടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ഏത് രീതിയിലാണ് ഈ ഒരു മത്സ്യത്തൊഴിലാളി മേഖലയെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിൽ മേഖലയെ ഈ ഒരു പദ്ധതി ബാധിക്കുക? സാധാരണഗതിയിൽ മത്സ്യസമ്പത്ത് അതിൻ്റെ പ്രജനനം കുറയും. പിന്നെ ഈ ധാരാളമായിട്ട് മണലെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തീരെ ശോഷിക്കും. അപ്പോൾ തീരമില്ലാതെ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് എന്ത് വിഷയം വന്നാലും മത്സ്യത്തൊഴിലാളികളുടെ മീതാണ് കയറുന്നത്. സാധാരണ നാട്ടിൻപുറത്ത് പറയുന്നത് എന്താണ്, ആർക്ക് ബാധ കൂടിയാലും കോഴി തല പോകുമെന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളിലേക്കാണ് എല്ലാ കാര്യങ്ങളും വന്ന് പെടുന്നത്. ഇപ്പോൾ LMG ആയാലും അവിടെ LMG വന്ന് ഭയങ്കര വികസനമൊന്നും പറഞ്ഞാൽ വന്നു, പക്ഷേ അവിടുത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളെ ആട്ടി ഓടിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ ഇത് കേരളത്തിൽ അങ്ങോളം വെള്ളം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തീരം വിട്ട് തന്നെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് ഒരു വിഭാഗം തൊഴിലാളികൾ ഇല്ലായ്മ ചെയ്യപ്പെടാൻ പോകുന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇത് പോകുന്നത്. കേന്ദ്ര സർക്കാർ വികസനം എന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഇല്ലായ്മ ചെയ്യപ്പെടും. അതാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഇപ്പോൾ അമേരിക്കയിൽ പോലെ സ്ഥലങ്ങളിലൊക്കെ ഒരു ഗ്രാമം വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലായ്മ ചെയ്യപ്പെടുന്ന നമ്മളിങ്ങനെ വർത്തമാനത്തിൽ അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അത് ഏറ്റവും വലിയ പ്രതിഷേധമുള്ള കാര്യമാണ്. അതിന് കേന്ദ്ര സർക്കാർ പിന്മാറണം എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ നടക്കുമ്പോൾ. ഇപ്പോൾ 27-ാം തീയതി ഹർത്താലൊക്കെ നടത്താനായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പൂർണ്ണ പിന്തുണയാണത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഇത് സർക്കാർ ഇതിൽ നിന്ന് പിന്മാറണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ നിലവിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലാണ്, ജോലി ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പോഴാണ് ഈ രീതിയിലുള്ള നടപടികളിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ എത്തുന്നതും ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നതും. എന്താണ് നിലവിലെ ഈ സാഹചര്യം? നിലവിൽ വിഷയമുണ്ടെന്നപ്പോൾ ഇപ്പോൾ എല്ലാ വള്ളങ്ങളും കെട്ടിയിട്ടേക്കുന്നുണ്ട്. വള്ളങ്ങൾ കെട്ടിയിട്ടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പണിയില്ല. സീസണെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നൊരു സ്ഥിതിവിശേഷമാണ്. അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് എന്തെങ്കിലും പണി കിട്ടുന്നത്. ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ പണി കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇപ്പം നിലവിൽ നിങ്ങൾ പോകുമ്പോൾ നോക്കിയാൽ കാണാം എല്ലാ വള്ളങ്ങളും കെട്ടിയിട്ടേക്കാണ്. ഒന്നും ഒരു പണിയും കിട്ടുന്നില്ല. അത് തന്നെ പ്രതിസന്ധിയാണ്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ വള്ളങ്ങൾ കെട്ടുതാരി പണം വെച്ച് ഇറക്കി എന്ന് പറയുകയാണെങ്കിൽ പറയാം. അതേസമയം വലിയ ബാധ്യതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കെട്ടഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വള്ളങ്ങൾ പ്രവർത്തിക്കുന്നത് തന്നെ ഇപ്പോൾ 50,000 രൂപയോളം വേണ്ടി വരും ഒരു ദിവസം പ്രവർത്തിക്കണേ. അതുകൊണ്ട് തൊഴിലാളികൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഒരു വറുതി പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതേ സമയത്താണ് കേന്ദ്ര സർക്കാർ ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുന്നത്. കേന്ദ്ര സർക്കാർ ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാസ്ത്രീയമായൊരു പഠനവും നടത്താൻ കൊണ്ടുവരുന്നത്. ഇത് നിലവിൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ ടെൻഡർ ക്ഷണിക്കുന്ന സമയത്ത് റോഡ് ഷോ എല്ലാം ഉണ്ടായത് കൊച്ചിയിൽ, ഞങ്ങളന്ന് പ്രതിഷേധിച്ചു. ഇതിന് മുന്നേ കൊണ്ടുവന്നപ്പോഴും 2023 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന സമയത്തും ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ്. പക്ഷേ സർക്കാർ ഇത് മുഖവിലക്ക് എടുക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് അവിടെ പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു എന്നറിഞ്ഞത്, നമ്മളുടെ MP-മാർ പ്രതിഷേധിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് സന്തോഷം. അതേസമയം ഇത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് ജീവൻ്റെ പ്രശ്നമാണ്. ജീവിച്ചിരിക്കണോ മരിക്കണോ എന്നുള്ള ഒരു വിഷയം ഇതിനകത്തുണ്ട്. ശക്തമായ പ്രക്ഷോഭം ഞങ്ങളിതിൽ നടത്തും. തീർച്ചയായിട്ടും ആ ഒരു ഇതിൽ രാഷ്ട്രീയ ഭേദമന്യേ ഈ രംഗത്തിറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരം ഒരു സമരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. 27 ഹർത്താലുണ്ട്. അതുപോലെ മാർച്ച് 12-ാം തീയതി പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്താനാണ് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പ്രാഥമിക പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി രംഗത്ത് എല്ലാവരും നിലനിൽക്കുന്നത്. പണിക്ക് പോകാത്തൊരു സ്ഥിതിയുള്ളതുകൊണ്ട് ആളുകളെ കൂട്ടമായി കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും പരമാവധി ആളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കാണ് ഞങ്ങൾ നീങ്ങാൻ പോകുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക്, അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ കടക്കുകയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സ്വാഭാവികമായും ഒരു വലിയ സാമൂഹിക പ്രത്യാഘാതം, ഒരു ജനവിഭാഗത്തെ പാടെ ഇല്ലായ്മ ചെയ്യുന്ന നിലയിലേക്കുള്ള നടപടിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നതാണ് ഏറ്റവും പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളിലേക്ക്, പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണവർ. കേരള തീരം പൂർണ്ണമായും ഒരു സമരവേദിയാക്കുമെന്നതാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്ന കേന്ദ്ര സർക്കാർ
സർക്കാരിന് മുന്നോട്ട് വെക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് രണ്ട് വിഷയമാണ്. ഒന്ന്, ഈ സംസ്ഥാനത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ഈ ധാതു സമ്പത്തുകൾ പൂർണ്ണമായും കേന്ദ്രത്തിന്റെ അധീനതയിലേക്കും കുത്തകകൾക്ക് തീരെഴുതപ്പെടുന്ന സാഹചര്യത്തിലേക്കും പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. രണ്ട്, ഏകദേശം ഈ 2 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാകുമെന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഉപജീവനം നടത്തുന്ന ഏകദേശം 15 ലക്ഷത്തോളം വരുന്ന മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെയും ഉപജീവന മാർഗം ഇല്ലാതാകുമെന്നതുമാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന വിഷയമെന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക്, തുറന്ന പ്രതിഷേധങ്ങളിലേക്ക് തീരമേഖല കടക്കുകയാണ്.